നിലമ്പൂർ രാധാവധക്കേസിലെ 2 പ്രതികൾക്ക് സുപ്രീം കോടതി നോട്ടീസ്. പ്രതികളായ ബിജു നായർ, ഷംസുദ്ദീൻ എന്നിവർക്കാണ് കോടതി നോട്ടീസ് അയച്ചത്. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ നടപടി. കേസിലെ പ്രതികളായ ബിജു നായർ, ഷംസുദ്ദീൻ എന്നിവരെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലിലാണ് സുപ്രീംകോടതി നോട്ടീസ് അയച്ചത്. ജസ്റ്റിസുമാരായ എം സുന്ദരേഷ്, SVN ഭട്ടി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി. 2022 ഒക്ടോബറിൽ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് നോട്ടീസ് അയച്ചത്. സാഹചര്യ തെളിവുകൾ പരിഗണിക്കാതെയാണ് ഹൈക്കോടതി വിധിയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ആക്ഷേപം. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വസ്തുതകളും ഹൈക്കോടതി ശരിയായി വിലയിരുത്തിയില്ലെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. 2014 ഫെബ്രുവരി 5-നാണ് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസ് ജീവനക്കാരിയായിരുന്ന രാധയെ കാണാതായത്. 5 ദിവസങ്ങൾക്ക് ശേഷം സമീപ പ്രദേശത്തെ കുളത്തിൽ നിന്ന് രാധയുടെ മൃതദേഹം കണ്ടെത്തി. നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബിജു നായർ 1-ാം പ്രതിയും ഷംസുദ്ദീൻ 2-ാം പ്രതിയുമാണ്. രാവിലെ കോൺഗ്രസ് ഓഫീസ് അടിച്ചുവാരാനെത്തിയ രാധയെ പ്രതികൾ കഴുത്തുഞെരിച്ചു കൊന്നു. തുടർന്ന് ചാക്കിലാക്കി കുളത്തിലുപേക്ഷിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. രഹസ്യബന്ധങ്ങൾ പുറത്തു പറയുമെന്ന് രാധ ബിജുവിനെ ഭീഷണിപ്പെടുത്തി. തുടർന്ന് 2-ാം പ്രതിയായിരുന്ന ഷംസുദ്ദീന്റെ സഹായത്തോടെ ബിജു കൊലപാതകം നടത്തി. രാധയുടെ വസ്ത്രങ്ങൾ കത്തിച്ചു. സിം ഊരിയ ശേഷം മൊബൈൽ ഫോൺ പല ഭാഗങ്ങളായി വലിച്ചെറിഞ്ഞു. 2-ാം പ്രതിയുടെ വീട്ടിൽ നിന്ന് രാധയുടെ ആഭരണങ്ങൾ കണ്ടെത്തി. എന്നാൽ ഇതൊന്നും ഹൈക്കോടതി സാഹചര്യ തെളിവുകളായി പരിഗണിച്ചില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലെ ആക്ഷേപം. റിപ്പോർട്ടർ, ഡൽഹി.